അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. മർഹബൻ 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 യാ ഔലാദ്. എൻ്റെ 8ാം ക്ലാസ്സിലത്തെ മക്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് സാറ് വിചാരിക്കുന്നു. എല്ലാവരുടെയും വർത്താനം അൽഹംദുലില്ലാ റാഹത്താണ്, സന്തോഷമാണെന്ന് സാറ് മനസ്സിൽ വിചാരിക്കുന്നു. എല്ലാവർക്കും അങ്ങനെ ആകട്ടെ എന്ന് സാർ ആശംസിക്കുന്നു അല്ലേ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏതിൻ്റെ എക്സാമിലേക്കാണ് പോകുന്നത്? അടുത്ത എക്സാം ക്രിസ്മസ് എക്സാമിലേക്ക് നമ്മൾ പോവുകയാണ് അല്ലേ. അപ്പോൾ ഓൾറെഡി നമ്മുടെ ഓണപ്പരീക്ഷയൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് എല്ലാവരും 8ാം ക്ലാസ്സിലത്തെ അറബിയൊക്കെ കടക്കി കുളിച്ച് അടിപൊളിയായിട്ട് അല്ലേ നല്ല മാർക്ക് വാങ്ങി അല്ലേ. ഇനി നമുക്ക് പോകേണ്ടത് 8ാം ക്ലാസ്സിലെ ക്രിസ്മസ് എക്സാമിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ്. അതിനാണ് സാറ് വളരെ നേരത്തെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത്. നമ്മൾ 3ാമത്തെ മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്ററിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ക്രിസ്മസ് എക്സാമിലെ പോർഷൻ വരുന്നത് 3ാമത്തെ മൊഡ്യൂളും 4ാമത്തെ മൊഡ്യൂളുമാണ് അല്ലേ. അപ്പോൾ അതിൽ ഫസ്റ്റ് ചാപ്റ്റർ 3ാമത്തെ മൊഡ്യൂളിലെ 1ാമത്തെ ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യുക, മനോഹരമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവാണ്, ചർച്ച ചെയ്യാൻ പോവാണ്. എന്തൊക്കെ കാര്യങ്ങൾ അതിൽ പഠിക്കണം, എന്തൊക്കെ പഠിക്കേണ്ടതില്ല, എന്തൊക്കെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ് സാർ നിങ്ങൾക്ക് തരാൻ പോവാണ്. നിങ്ങൾ പിടിച്ചിരിക്കാൻ തയ്യാറാണോ? നിങ്ങൾ പഠിക്കാൻ വേണ്ടി തയ്യാറാണോ? എങ്കിൽ കൂടെ കൂടിക്കോളി. നമ്മുടെ എക്സാം വിന്നറിൻ്റെ ഫാമിലിൻ്റെ കൂടെ കൂടിക്കോളൂ. ഒരു ടെൻഷനും വേണ്ട, മാർക്ക് ഉറപ്പാണ്. 100ൽ 100 നിങ്ങൾക്ക് കിട്ടിയിരിക്കും. നോക്കൂ, നമ്മുടെ 3ാമത്തെ യൂണിറ്റിന് സംസാരിക്കുന്നത് അൽ കസ്ബ്, അധ്വാനത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്തിനെക്കുറിച്ചാണ്? ഏണിങ്ങിനെ കുറിച്ചാണ് അല്ലേ. നമ്മൾ കസ്ബ് എന്ത് ചെയ്യണം? ശേഖരിച്ച് വെക്കണം, ഒരുമിച്ച് കൂട്ടി വെക്കണം, അധ്വാനിക്കണം എന്നതിനെക്കുറിച്ച് പറയുന്ന പാഠമാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് തന്നെ. നോക്കൂ, ഒന്നാമത് നമ്മൾ പറയാൻ പോകുന്നത് അൽ ഹിമ്മത്തു വൽ ഹസീമ, അൽ ഹിമ്മത്തു വൽ ഹസീമ അല്ലേ. നമ്മളോട് പറയുന്നത് എന്തിനെക്കുറിച്ചാണ് മക്കളെ? ദൃഢനിശ്ചയത്തെക്കുറിച്ചിട്ടും അതുപോലെ തന്നെ ഉറച്ച തീരുമാനത്തെക്കുറിച്ചാണ് നമ്മൾ 1ാമത്തെ ചാപ്റ്ററിൽ പറയാൻ പോകുന്നത്. നോക്കൂ, 1ാമത്തെ യൂണിറ്റിലേക്ക് നോക്കൂ. മനോഹരമായിട്ടുള്ള ചിത്രം നമുക്ക് അവിടെ കാണാം. ഒരു കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? തൻ്റെ സമ്പാദ്യങ്ങളെ അല്ലേ, ചെറിയ നോട്ടുകൾ 5 രൂപൻ്റെയും 10 രൂപൻ്റെയും കോയിൻസുകളൊക്കെ എന്ത് ചെയ്യാണ്? കാസിങ്കുഞ്ചി, നിങ്ങളെന്താ പറയുക? അപ്പോൾ അതിലെന്ത് ചെയ്യാണ്? സംരക്ഷിച്ച് വെക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഒരു പക്ഷേ നമ്മളൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടാകും. സൈക്കിൾ വാങ്ങാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും? എല്ലാവരുടെ വീട്ടിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ചെറിയ പ്രായത്തിൽ, ഇപ്പോഴല്ല കേട്ടോ, നമ്മളൊക്കെ ചെറിയ പ്രായത്തിൽ സാറങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരു കാസിൻകുറ്റി ഉണ്ടാക്കി വെക്കും. എന്നിട്ട് അതിൽ നമുക്ക് കിട്ടുന്ന പൈസ ഒക്കെ എന്ത് ചെയ്യും? അതിൽ കൊണ്ടുപോയി ഇടും. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ആവശ്യത്തിന് എന്ത് ചെയ്യും? മെല്ലെ കത്തിയൊക്കെ എടുത്തിട്ട് ആ ഓട്ടങ്ങനെ എടുത്തെടുത്ത് നമ്മൾ എൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുക്കും. ലാസ്റ്റ് അതിലൊന്നും ഉണ്ടാവില്ല. ചില ആളുകൾ അങ്ങനെയാണ്. പക്ഷേ ചില ആളുകൾ ഉറച്ച തീരുമാനത്തോടു കൂടെ ഒരു പൈസയും അതിൽ നിന്ന് എടുക്കില്ല എന്ന് തീരുമാനിച്ചിട്ട് സൈക്കിൾ വാങ്ങിയ ചരിത്രങ്ങളുണ്ട് അല്ലേ. അങ്ങനത്തെ ഒരുപാട് കഥകളൊക്കെ ഉണ്ട്. പക്ഷേ സാറിനെ കൊണ്ട് അങ്ങനെ ഒന്നും നടന്നിട്ടില്ല. സാർ എന്ത് ചെയ്യും? സാറിൻ്റെ ആവശ്യത്തിന് അറിയാതെ എടുക്കും. അപ്പോൾ നിങ്ങളെന്ത് ചെയ്തിട്ടുണ്ടാവും? ഒരു പക്ഷേ കുറേയൊക്കെ എടുത്ത് വെച്ച്, കുറേയൊക്കെ പൊളിച്ച്, കുറേ കളിയൊക്കെ കളിച്ചിട്ടുണ്ടാവും അല്ലേ. അതൊക്കെ പോട്ടെ. എന്തായാലും നമ്മളോട് പറയുന്നത് നമ്മളൊരു മനോഹരമായിട്ടുള്ളൊരു കാര്യത്തെ, ഒരു കഥയെക്കുറിച്ച് നമ്മൾ പറയാൻ പോവുകയാണ്. നോക്കൂ, അൽ ഹിമ്മത്തു വൽ ഹസീമ എന്ന് പറഞ്ഞാലാണ് നമ്മുടെ ഹെഡിങ്. രണ്ടും ഒരേ അർത്ഥമാണ്. രണ്ടിൻ്റെയും മീനിങ് എന്താണ്? ദൃഢനിശ്ചയം അല്ലേ, ദൃഢമായിട്ടുള്ളൊരു നിശ്ചയം. അപ്പോൾ ഒരു ദൃഢനിശ്ചയം എന്താണ് പറയുക? ഒരു ഡിറ്റർമിനേഷൻ എന്നൊക്കെ പറയാം. അതായത് ഉറച്ച നിലപാട്, ഉറച്ച തീരുമാനം എന്നുള്ളതിനാണ് എന്തെന്ന് പറയുക? അൽ ഹിമ്മത്തു വൽ ഹസീമ എന്ന് പറയാം. നോക്കൂ, നമ്മളൊരു സ്വഹാബിയുടെ കഥയാണ് പറയുന്നത്. ഉലിദ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. ഉലിദ എന്ന് പറഞ്ഞാൽ എന്താ? ജനിച്ചു എന്നുള്ളതിനാണ് ഉലിദ എന്ന് പറയാം. ഉലിദ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. അപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ജനിച്ചു. എവിടെ ജനിച്ചു? ബി മക്കത്തിൽ മുക്കറമ അല്ലേ, മുക്കറമയായിട്ടുള്ള പരിശുദ്ധമാക്കപ്പെട്ട മക്കയിൽ ജനിച്ചു. നോക്കൂ മക്കളെ, അവിടെ റളിയല്ലാഹു എന്ന് പറയാനുള്ള കാരണം എന്താ? അത് സ്വഹാബിയാണ്. സ്വഹാബി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട ആളുകൾക്കാണ് സ്വഹാബി എന്ന് പറയാം. അതുകൊണ്ടാണ് അവിടെ റളിയല്ലാഹു അൻഹു എന്ന് നമ്മൾ ഉപയോഗിച്ചത്. നോക്കൂ, ബിൽ മക്കത്ത്, മക്കയിലാണ് ജനിച്ചത്. എങ്ങനത്തെ മക്കയാണ്? നമ്മൾ അങ്ങാടി പോലത്തെ മക്കയാണോ? അല്ല, അൽ മുക്കറമ, പരിശുദ്ധമാക്കപ്പെട്ട മക്ക. അതുകൊണ്ടാണ് മക്കയുടെ കൂടെ എപ്പോഴും മുക്കറമ എന്ന് ഉപയോഗിക്കുന്നത്. അതെന്താ? മക്ക അത്രമേൽ ഭൂമിയിൽ, ദുനിയാവിൽ ഏറ്റവും പരിശുദ്ധമാക്കപ്പെട്ട സ്ഥലം ഏതാണ്? അത് മക്കയാണ്. അതുകൊണ്ടാണ് മക്കയുടെ കൂടെ മുക്കറമ എന്ന് ഉപയോഗിക്കുന്നത്. നോക്കൂ, ആമിൽ ഫീലിന് ശേഷമാണ് ആര് ജനിക്കുന്നത്? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എന്ന് പറയുന്ന സ്വഹാബി ജനിക്കുന്നത്. എന്താ ഈ ആമിൽ ഫീൽ? കേട്ടിട്ടുണ്ടോ? എൻ്റെ മക്കൾ കേട്ടിട്ടുണ്ടോ? എന്താ ഹാമുൽ ഫീൽ എന്ന് പറഞ്ഞാൽ? ആമുൽ ഫീൽ എന്ന് പറഞ്ഞാൽ ആനക്കഹളം അല്ലേ. ആനക്കലഹത്തിന് ശേഷം ജനിച്ച ആളാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. എന്താ ഈ ആനക്കലഹം എന്ന് പറഞ്ഞാൽ? നമ്മുടെ മക്കയിലുണ്ടാകുന്ന അല്ലേ കഅബയെ പൊളിക്കാൻ വേണ്ടിയിട്ട് അബ്രഹത്തും അവൻ്റെ സംഘവും എന്ത് ചെയ്തു? തീരുമാനിച്ചു. അബ്രഹത്ത് എന്ന് പറയുന്ന ഒരു ചങ്ങായി അല്ലേ, അവൻ തീരുമാനിക്കുകയും അങ്ങനെ എന്ത് ചെയ്തു?
നജ്ജാഷി എന്ത് ചെയ്തു? അബ്രഹത്തിനെ വെച്ചിട്ട് എന്ത് ചെയ്തു? കഅബ തളിക്കാൻ വേണ്ടിയിട്ടില്ലേ, കഅബ പൊളിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയും അങ്ങനെ ആനകളുടെ കൂട്ടങ്ങളായിട്ട് അവർ കഅബ പൊളിക്കാൻ വേണ്ടി വരികയും പക്ഷേ അള്ളാഹു തആല കഅബ പൊളിക്കുന്ന തൊട്ട് എന്ത് ചെയ്തു? രക്ഷപ്പെടുത്തി. ചെറിയ ചെറിയ കുരുവികളെ കൊണ്ട് എന്ത് ചെയ്തു? ആനകളുടെ മുകളിൽ നിന്ന് ഒരു കല്ലും കഷ്ണങ്ങളൊക്കെ ആനയുടെ മുകളിലേക്ക് ഇട്ട് അങ്ങനെ ചരിത്രം പറയുന്നുണ്ട്. അങ്ങനെ ആനകളൊക്കെ തുരുത്തോടുകയും അവിടെ പരാജയപ്പെട്ടു പോവുകയും ആ കൂട്ടം ആനകളൊക്കെ ചത്തുപോകുന്ന അവസ്ഥ. അപ്പോൾ അത് വലിയൊരു സംഭവമായിരുന്നു ഇസ്ലാമിൽ. അതിൻ്റെ ശേഷമാണ് ആര് ജനിക്കുന്നത്? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എന്ന് പറയുന്ന സ്വഹാബി ജനിക്കുന്നത്. നോക്കൂ, കാന യുക്കന്ന, അദ്ദേഹം സ്ഥാനപ്പേര് നൽകപ്പെട്ടു. യുക്കന്ന എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സ്ഥാനപ്പേര് കിട്ടി, ബി അബി മുഹമ്മദ്. അപ്പോൾ അബി മുഹമ്മദ്, അബൂ മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ കുനിയത്ത് നാമം, അതായത് സ്ഥാനപ്പേര്. ഇസ്തഹറ, അദ്ദേഹം പ്രസിദ്ധനായി, ബി അലമി സൗറത്തിഹി കമാ ഇസ്തർ ബി കസ്റത്തി ഇൻഫാഖിഹി, അദ്ദേഹം രണ്ട് കാര്യങ്ങളിൽ പ്രസിദ്ധനായി. പൊന്നുമക്കളെ ശ്രദ്ധിക്കുക. ഒന്ന്, ഇസ്തഹറ ബി അലമി സർവത്തിഹി, സർവത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സമ്പത്ത്, സർവത്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വെൽത്ത് അല്ലേ, അദ്ദേഹത്തിൻ്റെ സമ്പത്തിനെ അദ്ദേഹം ഉണ്ടാക്കുന്നില്ല. അപ്പോൾ നല്ല സമ്പന്നനായിട്ടുള്ള ആളായിരുന്നു. അപ്പോൾ സമ്പത്ത് ഉണ്ടാക്കുന്ന ആളിൽ അദ്ദേഹം പേര് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വെറും സമ്പത്ത് ഉണ്ടാക്കി ഇങ്ങനെ പൂത്തി വെക്കലല്ല, കമാ ഇസ്തഹറ ബികസ്റത്തി ഇൻഫാഖിഹി, ആ സമ്പത്തുകൾ എന്ത് ചെയ്തു? ധാരാളമായിട്ട് ദാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങളിലാണ് അദ്ദേഹം പ്രസിദ്ധമായത്. ഒന്ന്, സമ്പത്ത് ഉണ്ടാക്കുക എന്നുള്ള കാര്യത്തിൽ അല്ലേ, നമ്മളൊക്കെ അധ്വാനിക്കുന്നവരാണ്, നമ്മളൊക്കെ കുടുംബം പോറ്റാൻ വേണ്ടി ഒരുപാട് ആളുകൾ എന്തെയാണ് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ഈ സ്വഹാബിയും എന്ത് ചെയ്തു? പേര് കേട്ടു. എന്തിൽ പേര് കേട്ടു? ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കുന്നതിൽ മാത്രമല്ല പേര് കേട്ടത്, ഏറ്റവും കൂടുതൽ സ്വതക്ക ചെയ്യുന്നതിലും ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കൊടുക്കുന്നതിലും എന്ത് ചെയ്തിട്ടുണ്ട് മക്കളെ? ഇദ്ദേഹം പേര് കേട്ടിട്ടുണ്ട്. നോക്കൂ മക്കളെ, ഹാജർ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റഹിമഹുല്ലാഹു തആല മിൻ മക്കത്തിൽ മുക്കറമ ഇൽ മദീനത്തിൽ മുനവ്വറ താരീഖൻ അംവാലു ഉത്വായില, അദ്ദേഹത്തിൻ്റെ ധനങ്ങൾ മുഴുവനും എന്ത് ചെയ്തു? മക്കയിൽ ഉപേക്ഷിച്ചിട്ട്, മക്കയിൽ ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? മദീനയിലേക്ക് ഹിജ്റ പോയി. എന്തിനായിരുന്നു ഹിജ്റ പോയത്? മക്കയിലുള്ള മുശ്രിക്കീങ്ങൾ അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തി അല്ലേ, അങ്ങനെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ധനങ്ങളൊന്നും അവരെടുക്കാൻ സമ്മതിച്ചിട്ടില്ല. അങ്ങനെ വളരെ പാപ്പരനായിക്കൊണ്ട് അല്ലേ, അത്രയും പൈസയുള്ള ആൾ മദീനയിലേക്ക് ഹിജ്റ പോയി, മദീനയിലേക്ക് യാത്ര പോയി, മറ്റൊരു നാട്ടിലേക്ക് യാത്ര പോയി. എങ്ങനെ? ഒരു പൈസയും ഇല്ലാതെ യാത്ര പോയി. നോക്കൂ, തൊലബ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനിയസ്കുന സഅദ് ബിൻ റബീ റളിയല്ലാഹു അൻഹു ഫീ ബൈതിഹി, ആ സമയത്ത് അപ്പോൾ നമ്മൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എന്ന് പറയുന്ന സ്വഹാബി വളരെ ധനികനായിരുന്നു നമ്മൾ പറഞ്ഞത്. പക്ഷേ മക്കയിൽ ജീവിക്കാൻ കഴിയാതെ മദീനയിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. ഖുറൈശികൾ വെറുതെ വിട്ടില്ല, ഒരു ധനം പോലും അബ്ദുറഹ്മാൻ ബിൻ ഔഫിന് കൊടുത്തില്ല. ഇത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് അറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു അറിയാം മക്കളെ? സഅദ് ബിൻ അബി വക്കാസ്, സഅദ് ബിൻ റബീ എന്ന് പറയുന്ന സ്വഹാബിയുടെ വീട്ടിൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫിനോട് താമസിക്കാൻ പറഞ്ഞു. അപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫിനോട് പറഞ്ഞു, നീ എന്ത് ചെയ്യണം? മദീനയിലുള്ള സഅദ് ബിൻ റബീൻ്റെ വീട്ടിൽ പോയി നിന്നോ എന്ന് പറഞ്ഞു. മനസ്സിലായോ? അക്രമഹു സഅദ് ബിൻ റബീ റളിയല്ലാഹു അൻഹു ബി ഇളാഫത്തിഹി. അപ്പോൾ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മളെ അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ സഅദ് റളിയല്ലാഹു അൻഹു ചെയ്തു? വളരെ മനോഹരമായിട്ട് സ്വീകരിച്ചു. അതായത് മദീനയിൽ ജീവിക്കുന്ന ആളാണ് ആര്? സഅദ് ബിൻ റബീ എന്ന് പറയുന്ന സ്വഹാബി, മദീനക്കാരനാണ്. അപ്പോൾ മക്കയിൽ നിന്ന് എല്ലാം ഉപേക്ഷിച്ച് വന്ന അബ്ദുറഹ്മാൻ ബിൻ ഔഫിന് തണലാവാൻ, താങ്ങാവാൻ സഅദ് ബിൻ റബീൻ്റെ വീട്ടിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട് സഅദ് ബിൻ റബീ എന്ത് ചെയ്തു? അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. നല്ല ആതിഥേയത്തോടു കൂടെ അല്ലേ, നമ്മൾ വീട്ടിലേക്ക് ഒരാൾ കൂടാൻ വന്നാൽ വളരെ മനോഹരമായിട്ട് നമ്മൾ അവരെ സ്വീകരിക്കും. അതേപോലെ തന്നെ നമ്മുടെ സഅദ് ബിൻ റബീ എന്നുള്ളവർ സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹുവിനെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? സ്വീകരിച്ചു. എന്നിട്ട് ഫഖാൽ, എന്നിട്ട് ആര് പറയാണ്? സഅദ് റളിയല്ലാഹു അൻഹു പറയാണ്. ആരോട്? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. എന്ത്? ഇന്നി അക്സറു അൻസാര മാലൻ, ഞാൻ അൻസാരികളിൽ, അൻസാരി എന്ന് പറഞ്ഞാൽ ആരാ? മദീനയിലെ സ്വഹാബികൾക്കാണ് അൻസാരികൾ എന്ന് പറയാം. മനസ്സിലായോ? മുഹാജിറുകൾ എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തിയ സ്വഹാബികൾക്ക് മുഹാജിരീങ്ങൾ എന്നും, മദീനയിൽ ഓൾറെഡി താമസിക്കുന്ന ആളുകൾക്ക് അൻസാരി എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കൂ, ഇന്നി അക്സർ അൻസാരി മാലൻ, ഞാൻ അൻസാരികളിൽ വെച്ച്, അപ്പോൾ മദീനയിൽ താമസിക്കുന്ന സ്വഹാബികളിൽ വെച്ച് ഏറ്റവും ധനികനാണ് ആര്? സഅദ് ബിൻ റബീ എന്ന് പറയുന്ന സ്വഹാബി. എന്നോട് പറഞ്ഞു, വലോ ഖസ്സംതു മാലി നിസ്ഫൈനി ഫഖുദ് അഫ്ളലുഹുമാ യകുൻ ഖാലിസൻ ലക. എന്നിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ധനത്തെ രണ്ട് വിഭാഗമാക്കിയാൽ, വലോ ഖസ്സംതു മാലി, ഞാൻ എൻ്റെ ധനത്തെ
എന്താക്കിയാൽ കസം തുമാലി നിസ്വേനി 2 നിസ്വായിട്ട് ഞാൻ വേർതിരിച്ചാൽ, അതായത് എൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് പകുതി നിനക്കും തരാം, പകുതി ഞാനും എടുക്കാം, അങ്ങനെ നമ്മൾക്ക് ചെയ്യാമെന്ന് പറഞ്ഞതാ. ഫൗദ് ഹഫ്ലലുഹുമാ യകുൻ ഖാലിസലക, നിനക്ക് ഇഷ്ടമുള്ളത് നീ എന്തായിക്കോ അതിൽ നിന്ന് എടുത്തോന്ന് സഅദ് ഇബ്നു റബീ പറഞ്ഞു. അപ്പോൾ പാപ്പരനായി വന്ന വളരെ ധനികനായിരുന്ന അബ്ദുറഹ്മാൻ ബിൻ ഔഫ് മദീനയിൽ എത്തിയപ്പോൾ ഒരു സമ്പത്തുമില്ലാതെ കടന്നു വരുന്നത്. ആ സമയത്ത് സഅദ് ഇബ്നു റബിയ പറഞ്ഞെന്ത്, ഞാൻ മദീനയിൽ വെച്ച് ഏറ്റവും ധനികനാണ്, അതുകൊണ്ട് തന്നെ ഞാൻ നിനക്ക് എന്ത് ചെയ്യാം, എൻ്റെ ധനം 2 പകുതിയാക്കുക, നിനക്ക് അതിൽ ഇഷ്ടമുള്ളത് എടുത്തോന്ന് സഅദ് ബിൻ റബി ആരോട് പറഞ്ഞു? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. നോക്കൂ മക്കളെ, നമ്മളാണെങ്കിൽ എങ്ങനെ ഉണ്ടാവുക അല്ലേ? നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും, ആയിക്കോട്ടെ കണ്ടീഷൻ ഓക്കെ ഡീൽ, എന്ത് ചെയ്തോ എൻ്റെ പൈസ കൊണ്ട് തന്നോ, ഞാൻ എന്ത് ചെയ്യോ ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിച്ചോളാം. പക്ഷേ നമ്മൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പറഞ്ഞത് ശ്രദ്ധിച്ചോളൂ. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പറഞ്ഞതാ, ഫഖാല അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ ഹാജത ലി ഇലാ ദാലിക, എനിക്കൊരിക്കലും അതിൻ്റെ ആവശ്യമില്ല. ലാ ഹാജത ലി, എനിക്ക് ആവശ്യമില്ല. ഇലാ ദാലിക, അതിലേക്ക് എനിക്ക് ആവശ്യമില്ല. അതായത് നീ നിൻ്റെ പണം പകുതിയാക്കി ആ പകുതി എനിക്ക് തരേണ്ട ആവശ്യമില്ല. മറിച്ച് ദുല്ലുനി അല സൂക്ക്, ദുല്ലൂനി, എനിക്ക് നീ അറിയിച്ചു തരിക. ദുല്ലൂനി എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് നീ അറിയിച്ചു തരിക. എന്തിനെ? അല സൂക്ക്, ഇവിടെ അങ്ങാടി ഉള്ളത്. അപ്പോൾ മദീനയിൽ എവിടെയാണോ അങ്ങാടി ഉള്ളത് അത് നീ എനിക്ക് അറിയിച്ചു തന്നാൽ മതി, അല്ലാതെ നിൻ്റെ പണമൊന്നും എനിക്ക് തരണ്ട എന്ന് നമ്മുടെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു സഅദ് ബിൻ റബിയയോട് പറഞ്ഞു. നോക്കൂ മക്കളെ, ദഖല അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു സൂക്ക്, അങ്ങനെ നമ്മുടെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എന്ത് ചെയ്തു? ദഖല, പ്രവേശിച്ചു. എവിടേക്ക് പ്രവേശിച്ചു? അസൂക്ക്, അങ്ങാടിയിലേക്ക് പോയി അല്ലേ? അപ്പോൾ അങ്ങാടി അറിയിച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു? അങ്ങാടിയിലേക്ക് പോയി. വഹുവ ലാ യംലികു സിവാ ഹിമ്മത്തൻ വ അസിമ്മത്തൻ, അപ്പോൾ വഹുവ ലാ യംലിക്കു, അദ്ദേഹത്തിൻ്റെ കൈമിൽ ഒന്നുമില്ല, സിവാ ഹിമ്മത്തൻ, അതുപോലെ തന്നെ അസീമത്തൻ, അതായത് അദ്ദേഹത്തിൻ്റെ മനോധൈര്യവും അതുപോലെ തന്നെ ഉറച്ച നിലപാട് ദൃഢനിശ്ചയവും അല്ലാതെ അദ്ദേഹത്തിൻ്റെ കൈമിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം അബ്ദുറഹ്മാൻ ബിൻ ഔഫ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നതല്ലേ, എല്ലാ ധനങ്ങളും എല്ലാ പൈസകളും മക്കയിൽ ഉപേക്ഷിച്ചിട്ടാണ് വന്നത്. അപ്പോൾ മദീനയിൽ ഒരു പൈസ പോലും എടുക്കാൻ ആരിലില്ല, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഇല്ല. പക്ഷേ അദ്ദേഹത്തിന് ഒന്ന് മാത്രം ഉണ്ടായിരുന്നു. എന്തുണ്ടായിരുന്നു? ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു, ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു. ഞാൻ കച്ചവടം ചെയ്ത് നല്ലൊരു പൈസ ഉണ്ടാക്കുമെന്ന്, നല്ലോണം സമ്പാദിച്ച് നല്ല രീതിയിൽ ജീവിക്കുമെന്നുള്ള ആത്മവിശ്വാസവും ദൃഢനിശ്ചയവും ആരിലുണ്ടായിരുന്നു മക്കളെ? അബ്ദുറഹ്മാൻ ബിൻ ഔഫിൽ ഉണ്ടായിരുന്നു. നോക്കൂ എന്നിട്ട് എന്താ സംഭവിക്കുന്നത് നോക്കൂ. ഫി തഹ്ഖീഖിൻ നജാഇ വൽ വുസൂലി ഇലാ ഹദഫി, അതായത് കൃത്യമായിട്ടുള്ള ഒരു ഗോൾ, ഒരു ലക്ഷ്യം ആർക്കുണ്ടായിരുന്നു? നമ്മൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫിനുണ്ടായിരുന്നു. വഖാല ഫീ നഫ്സിഹി, എന്നിട്ട് അദ്ദേഹം അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എന്ന് പറയുന്നവർ സ്വയം മനസ്സിൽ പറയാണ്. എന്താ പറയുന്നതെന്നറിയോ? ലൻ യസ്കുത്ത മുജിദ്ദു, ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ഏറ്റവും വലുത്, ലൻ യസ്കുത്ത മുജിദ്ദു അൽ മുജിദ്, എന്ത് പരിശ്രമിക്കുന്നവൻ ഒരിക്കലും തളർന്നു പോകൂല എന്നാര് പറഞ്ഞു? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പറഞ്ഞു. നോക്കൂ നിങ്ങൾ, മക്കയിൽ അത്രയും വലിയ ധനാഢ്യനായിരുന്ന അബ്ദുറഹ്മാൻ ബിൻ ഔഫ് അല്ലേ, മക്കയിലെ മുശ്രിക്കീങ്ങൾ മദീനയിലേക്ക് പറഞ്ഞയച്ചു, പോയിക്കോളാൻ പറഞ്ഞു. ഒരു സമ്പത്ത് പോലും ആർക്ക് കൊടുത്തിട്ടില്ല? അബ്ദുറഹ്മാൻ ബിൻ ഔഫിന് കൊടുത്തിട്ടില്ല. വളരെ ധനികനായിരുന്ന ആള് വളരെ പാപ്പരനായി മാറി. പിന്നീട് മദീനയിലേക്ക് പോയി. മദീനയിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ സഅദ് ബിൻ റബീൻ്റെ അടുത്ത് പോയിക്കോ. സഅദ് ബിൻ റബിയ പറഞ്ഞു, എൻ്റെ ധനത്തിൽ നിന്ന് പകുതി നിങ്ങൾക്ക് തരാം, നിങ്ങൾ അടിച്ചു പൊളിച്ച് ജീവിച്ചോളൂ എന്ന് പറഞ്ഞു. പക്ഷേ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എന്താ പറഞ്ഞത്? പൊന്നു മക്കളെ, വേണ്ട, എനിക്ക് നീ അങ്ങാടി മാത്രം കാണിച്ചു തന്നാൽ മതി, ബാക്കി ഞാനായിക്കോളാം. നോക്കൂ ഉള്ളിലെ പവർ നോക്കൂ. തളർന്നിടത്ത് നിന്നും തളർന്നിരിക്കാതെ ഉള്ളിൽ നിന്നുള്ള ആത്മവിശ്വാസവും ഉള്ളിൽ നിന്നുള്ള ഡിറ്റർമിനേഷനും ദൃഢനിശ്ചയവുമാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ പിന്നീട് ജീവിക്കാൻ വേണ്ടി സഹായിച്ചത്. നോക്കൂ നമ്മളെ അവസ്ഥ നോക്കൂ പൊന്നുമക്കളെ, നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ, നമുക്ക് എന്തെങ്കിലും പ്രയാസം വന്നാൽ നമ്മൾ തീർന്ന് അല്ലേ, പിന്നെ ടെൻഷനായി, പേടിയായി, വേജാറായി, സങ്കടമായി, കരച്ചിലായി, പിരിച്ചിലായി അല്ലേ. പക്ഷേ നോക്കൂ, ഡിറ്റർമിനേഷനുള്ള ഒരാൾ, മനസ്സിൽ ദൃഢനിശ്ചയമുള്ള ഒരാൾ, പരിശ്രമിക്കാൻ തയ്യാറുള്ള ഒരാൾ ഒരിക്കലും പരാജയപ്പെടുന്നില്ല. അതാണ് നമ്മൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പറഞ്ഞത്, ലൻ യസ്കുത അൽ മുജിദ്ദ, ഒരിക്കലും വീണു പോകില്ല ആര്? അൽ മുജിദ്, നിരന്തരം പരിശ്രമിക്കുന്ന ആൾ. ഒരു കാര്യവും പരിശ്രമിക്കാതെ എനിക്കൊന്നിനെ കൊണ്ടും കഴിയൂല, എനിക്കൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആളല്ല. മറിച്ച് ആരാണ്? നിരന്തരം കഠിനാധ്വാനം ചെയ്യുന്ന ഒരുത്തിന് ഒരിക്കലും വെറുതെ ഇരിക്കാൻ കഴിയില്ല, അവൻ ഒരിക്കലും തളരൂല എന്ന് ആര് പറഞ്ഞു? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പറഞ്ഞു. നോക്കൂ മക്കളെ, വ അഖദ യതജവ്വല ഫി സൂഖ് കൈ യഅരിഫ മാ യഹ്താജു ഇലൈഹി നാസ്,
അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയോ? അദ്ദേഹം അദ്ദേഹം എന്ത് ചെയ്തു? അങ്ങാടിയിലൂടെ ഇങ്ങനെ എന്ത് ചെയ്തു? ചുറ്റിക്കറങ്ങാൻ തുടങ്ങി. വാഹദ യത്തജവ്വല എന്ന് പറഞ്ഞാൽ ചുറ്റിക്കറങ്ങുക. അപ്പോൾ അദ്ദേഹം അങ്ങാടിയിലെത്തി. അദ്ദേഹത്തിനുള്ളിൽ അത്രമേൽ ദൃഢനിശ്ചയമുണ്ടായിരുന്നു. പരാജയപ്പെടാൻ, വിട്ടുകൊടുക്കാൻ, ഫെയിലിയർ ആവാൻ തയ്യാറല്ല എന്നുള്ള ദൃഢനിശ്ചയമുണ്ടായിരുന്നു. നോക്കൂ, അദ്ദേഹം അങ്ങാടിയിലേക്ക് പ്രവേശിച്ചു. എന്നിട്ട് ജനങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അത് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അങ്ങാടിയിലേക്ക് പോയത്. ദെൻ മനസ്സിലായോ? അപ്പോൾ അദ്ദേഹം അങ്ങാടിയിലെത്തിയപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചുറ്റും ഇങ്ങനെ ഒരു നിരീക്ഷണം നടത്തി. എന്തിനാണ് നിരീക്ഷണം നടത്തിയത്? എന്ത് കാര്യമാണോ ജനങ്ങൾക്ക് ആവശ്യമുള്ളത് അതല്ലേ നമ്മളും ചെയ്യേണ്ടത്. നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, നമ്മളൊരു കച്ചവടം നടത്തുമ്പോൾ ജനങ്ങൾക്ക് എന്താവശ്യമുണ്ടോ, വാട്ട് യു നീഡ്, എന്താണോ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ആ കാര്യമാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഒരു നാട്ടിലിപ്പോൾ ഒരുപാട് മന്തി ഷോപ്പ് ഉണ്ട്. ആടെ കൊണ്ടുപോയിട്ട് ഒരു പുതിയ മന്തി ഷോപ്പ് ഇടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. സംതിങ് സ്പെഷ്യൽ ആയിരിക്കണം, സംതിങ് വെറൈറ്റി ആയിരിക്കണം. എന്താണോ ജനങ്ങൾ ശക്തമായി ആവശ്യപ്പെടുന്നത്, അവർക്ക് എന്താണോ കൂടുതൽ ആവശ്യം, അത് വെച്ച് നമ്മൾ തുടങ്ങണം. അല്ലേ? അതല്ലേ തന്ത്രം? ആ തന്ത്രമാണ് ആര് മെനയുന്നത്? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് മെനയുന്നത്. നോക്കൂ, മാ യഹ്താജുൽ നാസ് കാമ ബിശ്ശിറാഹ്. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു അറിയോ? ഒരുപാട് കാമബിഷിറാഹ് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം വാങ്ങി. കാമബിഷിറാഹ് അദ്ദേഹം വാങ്ങി. ഷിറാഹ് എന്ന് പറഞ്ഞാൽ വാങ്ങി. അല്ലെ ഹിബാൽ എന്ന് പറഞ്ഞാൽ എന്താ? കയറ് വാങ്ങി. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നിരീക്ഷിച്ചു. അദ്ദേഹത്തിന് ഒരു കാര്യം പിടികിട്ടി. എന്നിട്ട് അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹം എന്ത് തീരുമാനിച്ചു? കയറ് വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം കയറ് വാങ്ങി. വസിനാഹി ഇക്കാലൽ ബഹീർ. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തെന്നറിയോ മക്കളെ? കുതിരയുടെ അല്ലേ, അപ്പോൾ നമ്മളെ കുതിരയുടെ ഒരു മറ്റേ കുളമ്പുണ്ട്. ആ കുളമ്പിനെ മൂടിക്കെട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഗതിക്കാണ്. അപ്പോൾ ഒട്ടകത്തിൻ്റെ കാലിൽ കെട്ടുന്ന ഒരു തരം, ബഹീർ എന്ന് പറഞ്ഞാൽ ഒട്ടകല്ലേ, കുതിരയല്ലല്ലോ. അപ്പോൾ നോക്കൂ, അദ്ദേഹം കയറ് വാങ്ങിയെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഉണ്ടാക്കാൻ തുടങ്ങി. എന്തിനെ ഉണ്ടാക്കാൻ തുടങ്ങി എന്നറിയോ? അൽ ഇഖാൽ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? അൽ ഇഖാൽ എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിൻ്റെ കാലിൽ കെട്ടുന്ന, അപ്പോൾ അൽ ഇഖാൽ ബഹീർ എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിൻ്റെ കാലിൽ കെട്ടുന്ന ഒരു ഉപകരണം. അതായത് ഒട്ടകത്തെ കെട്ടിടാൻ വേണ്ടി ഉപയോഗിക്കുന്ന കയറ് കൊണ്ട് കെട്ടുന്ന ഒരു ഉപകരണം. അതാണ് അദ്ദേഹം എന്താക്കാൻ തുടങ്ങി? നിർമ്മിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ബൈഹി എന്നിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം അത് വിൽക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ നാട്ടിലേക്ക് ഇറങ്ങി, അങ്ങാടിയിലേക്ക് ഇറങ്ങി, ജനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കി. ഇവിടെ ഒട്ടകത്തിൻ്റെ കെട്ടിടാൻ ഉപയോഗിക്കുന്ന, കാലിൽ കെട്ടിടാൻ ഉപയോഗിക്കുന്ന കയറില്ല, ആ സാധനം, ആ ഉപകരണമില്ല എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ എന്ത് ചെയ്തു? അദ്ദേഹം നിർമ്മിക്കാൻ തുടങ്ങി. നോക്കൂ, കാന അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു റജുലൻ മുഹിബ്ബൻ ലിഖൗമിഹി വഖുദുവത്തൻ ലിൽ അഗ്നിയാ. അദ്ദേഹം ആരായിരുന്നു എന്നാണ് പറഞ്ഞത്? കാന അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എന്നവരായിരുന്നു. ആരായിരുന്നു? റജുലൻ മുഹിബ്ബൻ ലിഖൗമിഹി, ജനങ്ങൾക്ക് മുഴുവനും ഇഷ്ടപ്പെട്ട ആളായിരുന്നു. അല്ലേ? കാരണം എന്താ? എല്ലാവർക്കും കൊടുക്കുന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ ഇഷ്ടമായിരുന്നു. മാത്രമല്ല വഖുദുവത്തൻ ലിൽ അഗ്നിയാ, ധനികർക്ക്, അല്ലേ, ഒരുപാട് ധനികരുണ്ട്. എങ്ങനത്തെ ധനികരാ? നമ്മൾക്ക് തന്നെ കാണാൻ കഴിയും. ഒരു 6 പൈസ പോലും തരാത്തില്ല, അറുത്ത കൈക്ക് ഉപ്പ് തേക്കില്ല എന്നൊക്കെ നമ്മൾ പറയും. അതായത് എന്താ? ഒരു സാധനം പോലും, അല്ലേ, ഒരു 5 രൂപ പോലും തരാത്ത പൈസക്കാരുണ്ടാവും. ഒക്കെ പൂത്തി വെക്കുന്ന പൈസക്കാർ. പക്ഷേ അത്തരം പൈസക്കാരല്ല. ഇപ്പം കുതുബത്തിലുള്ള എല്ലാ ധനികർക്കും മാതൃകാപരമായിട്ടുള്ള ജീവിതമായിരുന്നു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റേത്. കാരണം എന്താ? അദ്ദേഹത്തിൻ്റെ സമ്പത്തുകൾ മുഴുവനും ധനങ്ങൾക്ക്, പാവപ്പെട്ടവർക്ക് വേണ്ടി ചെലവഴിക്കുന്ന ആളായിരുന്നു. ഇന്നഹു തസദ്ദഖ ബി അംവാലിഹി അലൽ ഫുഖറാഹി വൽ മസാക്കിൻ. അദ്ദേഹം ഫക്കീറന്മാർ, വൽ മസാക്കിന്, പാവപ്പെട്ടവർ, ദരിദ്രർ, അല്ലേ, പട്ടിണി പാവങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ അംവാൽ, ധനങ്ങളിൽ നിന്ന് തസദ്ദഖ, ചെലവഴിച്ചു. സ്വതക്ക ചെയ്തു. ഒന്നും പ്രതീക്ഷിക്കാതെ നിരന്തരം സ്വതക്ക ചെയ്തു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. അവസാനം തുവഫിയ അൽ-ആമ ഹിജ്റ 33, അല്ലേ, ഹിജ്റ 33 അദ്ദേഹം മരണപ്പെടുന്നു. ഫക്കാന ഉംറുഹു ഇന വഫാത്തിഹി 75 വയസ്സായിരുന്നു. ആമൻ. അദ്ദേഹത്തിൻ്റെ ഹിജ്റ 33 അദ്ദേഹം മരണപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ വയസ്സ് 75 വയസ്സായിരുന്നു. അതുപോലെ തന്നെ ദുഫിന ഫി ബഖീഹി ബിൽ മദീനത്തിൽ മുനവ്വറ, അല്ലേ, മദീന മുനവ്വറയിലെ ബഖീ എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തെ മറവാടി. പൊന്നുമക്കളെ, ക്യാച്ച് ചെയ്തോ? കാര്യം കിട്ടിയോ? കാര്യം മനസ്സിലായോ? ദൃഢനിശ്ചയമുള്ള, അല്ലേ, ജീവിതത്തിൽ ദൃഢനിശ്ചയത പാലിക്കണം. ഡിറ്റർമിനേഷൻ വേണം. ഒരിക്കലും തളർന്നു പോകരുത്. ഒരിക്കലും ചെറിയ പ്രശ്നം വരുമ്പോഴത്തേക്ക് തളർന്നു പോകേണ്ടതല്ല ജീവിതം. മറിച്ച്
ആ തളർച്ചയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പാണ് വേണ്ടത് അല്ലേ? തളർച്ചയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഉയർത്തിൻ്റെ ജീവിതമാണ് വേണ്ടത് എന്ന് തെളിയിക്കുന്ന കഥയാണ് ഇവിടെ നമ്മൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫിൻ്റെ കഥ പറഞ്ഞത് റളിയല്ലാഹു അൻഹു അല്ലേ? തളർന്നു പോയ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് സഅദ് ബിൻ റബിയയുടെ പൈസയും വാങ്ങി ജീവിച്ചതല്ല, മറിച്ചെന്താ സ്വന്തം കാണിച്ചു കൊടുത്തു. ഉള്ളിലൊരൊറ്റ കോൺഫിഡൻസ്, ഉള്ളിലൊരൊറ്റ ഡിറ്റർമിനേഷൻ ആയിരുന്നു, എനിക്ക് ജയിക്കണം, എനിക്ക് പരിശ്രമിക്കണം എന്നുള്ള ഡിറ്റർമിനേഷനിൽ അദ്ദേഹം വിജയം കണ്ടു. നോക്കൂ, നുനാക്കിശു വ നുജീബു, നമുക്ക് ചർച്ച ചെയ്തിട്ട് എന്ത് ചെയ്യാനാണ്, ആൻസർ കണ്ടെത്താനാണ് പറയുന്നത്. കൈഫ നജഅ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഫീ തിജാറത്തി, അദ്ദേഹത്തിൻ്റെ കച്ചവടത്തിൽ അദ്ദേഹം എങ്ങനെയായിരുന്നു ജയിച്ചതെന്നാണ് ചോദിച്ചത്. അദ്ദേഹത്തിൻ്റെ കച്ചവട രീതി എങ്ങനെയായിരുന്നു? അദ്ദേഹം ജനങ്ങളോടും ബാക്കിയുള്ളവരോടൊക്കെ സൗമ്യമായി പെരുമാറുന്ന ആളായിരുന്നു, എല്ലാവരെയും സഹായിക്കുന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കച്ചവടത്തിൽ ജയിച്ചത് അല്ലേ? ബാക്കിയുള്ളവർ ഒരാളെയും സഹായിക്കാതെ, ഒരാളെയും പരിഗണിക്കാതെ, ഒരാൾക്ക് ഒരു 5 പൈസ കൊടുക്കാതെ ചങ്ങായി എങ്ങനെയെങ്കിലും കച്ചവടത്തിൽ ജയിക്കോ? ആ കച്ചവടത്തിൽ കൊണ്ട് വല്ല അർത്ഥവും ഉണ്ടോ മക്കളെ? ഇല്ല. പക്ഷേ മറിച്ച് ബാക്കിയുള്ളവർക്ക് സഹായം ചെയ്യുന്ന, ബാക്കിയുള്ളവരെ പരിഗണിക്കുന്ന, അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവരാണ് യഥാർത്ഥ വിജയികൾ അല്ലേ? നോക്കൂ, കൈഫ നജഅ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഫീ തിജാറത്തി, എങ്ങനെ കച്ചവടത്തിൽ ജയിച്ചു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ സൗമ്യമായ സ്വഭാവം കൊണ്ട് തന്നെ. നോക്കൂ, മൻ ഖാല വലിമൻ ലാ ഹാജത ലി ഇലാ ദാലിക ദല്ലുനി അലാ സൂഖ്, എനിക്ക് അങ്ങാടി അറിയിച്ചു തരൂ, എനിക്ക് നിങ്ങളുടെ പൈസ ആവശ്യമില്ല എന്ന് ആരോടാ പറഞ്ഞിരുന്നത്? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ആരോട് പറഞ്ഞു? ഖാല അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ആരോട് പറഞ്ഞു? സഅദ് ബിൻ റബീ അല്ലേ? അപ്പോൾ ഖാല അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ആരോട് പറഞ്ഞു മക്കളെ? സഅദ് ബിൻ റബീനോട് ആര് പറഞ്ഞു? നമ്മൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പറഞ്ഞു, എന്ത്? എനിക്ക് പൈസയുടെ ആവശ്യമില്ല, മറിച്ച് എനിക്ക് അങ്ങാടി കാണിച്ചു തന്നാൽ മതി. മനസ്സിലായോ? നക്റഹു വ നഫ്ഹമു, നമ്മളോട് വായിച്ച് മനസ്സിലാക്കാനാ പറയുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പഠിക്കാൻ പോകുക. എൻ്റെ മക്കൾ എൻ്റെ കൂടെ ഇല്ലേ? തൊലബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് അൻ യസ്കുന പോയിന്റാണ്. അൻ യസ്കുന മാ സഅദ് ബിൻ റബീ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫിനോട് ആവശ്യപ്പെട്ടു. എന്താവശ്യപ്പെട്ടു? അൻ യസ്കുന, താമസിക്കാൻ വേണ്ടി. അൻ എന്നുള്ളതിന് ഉപയോഗം മനസ്സിലാക്കണം. അൻ എന്ന് പറഞ്ഞാൽ വേണ്ടി എന്നുള്ള അർത്ഥമാണെന്ന് ക്യാച്ച് ചെയ്ത് വെച്ചോളൂ, മനസ്സിലാക്കി വെച്ചോളൂ. അൻ യസ്കുന, താമസിക്കാൻ വേണ്ടി. സഅദ് ബിൻ റബീന്റെ കൂടെ. നോക്കൂ, ഖാലലി നഫ്സിഹി, സ്വന്തത്തോട് പറഞ്ഞു, ലൻ യസ്കുതൽ മുജിദ്, ഒരിക്കലും ലൻ യസ്കുത. നോക്കൂ, അൻ പറഞ്ഞു, അടുത്തത് ലൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇല്ല, ഒരിക്കലും ഇല്ല അല്ലേ? വേണ്ട, പരാജയപ്പെടൂല അല്ലേ? നഷ്ടപ്പെടൂല. ലൻ എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുള്ള അർത്ഥമാണ്. ലൻ യസ്കുതൽ മുജിദു, പരിശ്രമിക്കുന്ന ഒരാളും എന്ത് ചെയ്യില്ല, വീണ് പോകൂല, പരാജയപ്പെട്ട് പോകൂല. അപ്പൊ ഇല്ല എന്നുള്ള അർത്ഥത്തിനാണ് എന്തുപയോഗിക്കുക? ലൻ ഉപയോഗിക്കുക. നോക്കൂ, കൈ യഅരിഫ, കൈ എന്നുള്ള ഉപയോഗം, 3 ഉപയോഗങ്ങൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് മക്കളെ. അപ്പോൾ കൈ യഅരിഫ, അപ്പോൾ തജവ്വൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഫിസൂഖ് എന്ത് ചെയ്തു? ചുറ്റിക്കറങ്ങി. എന്തിന്? കൈ യഅരിഫ, മനസ്സിലാക്കാൻ വേണ്ടി. ഇവിടെയും വേണ്ടി എന്നുള്ള അർത്ഥത്തിനാണ് ഉപയോഗിക്കുക. അപ്പോൾ എൻ്റെ പൊന്നു മക്കളെ, ഒരു കാര്യം പറഞ്ഞോട്ടെ, ലിസൺ, ശ്രദ്ധിക്കൂ. നോക്കൂ, അൻ അതുപോലെ തന്നെ കൈ. അൻ കൈ കുറിച്ച് വെച്ചോളൂ, മൈൻഡിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ, കാണാതെ പഠിച്ചോളൂ. സാറേ സെറ്റാണോ? സെറ്റാണ്. അൻ എന്നുള്ളതും കൈ എന്നുള്ളതും വേണ്ടി എന്നുള്ളതിനാണ് ഉപയോഗിക്കുക. വേണ്ടി എന്നുള്ള അർത്ഥം കിട്ടാൻ. ലൻ എന്നുള്ളത് ഇല്ല എന്നുള്ള അർത്ഥം കിട്ടാൻ ഉപയോഗിക്കും. ഈ 3 ഒരു പൊതു നിയമമുണ്ട്, ഒരു പൊതു കായികയുണ്ട്. എന്താ കായിക എന്നറിയോ മക്കളെ? ഈ അന്നിൻ്റെയും ലെന്നിൻ്റെയും കൈൻ്റെയും ശേഷം വരുന്ന മുലാരിയായ ഫീല്, അതിനുശേഷം മുലാരിയായ ഫീലേ വരുള്ളൂ. മുലാരിയായ ഫീലിന് എന്തായിരിക്കും? എപ്പോഴും നസ്ബായിരിക്കും. നോക്കൂ മക്കളെ, അൻ യസ്കുന, ആ നൂനിന് എന്താണുള്ളത്? ഫത ആണ്, നസ്ബാണുള്ളത് അല്ലേ? അവിടെ സുക്കൂനാണോ? അല്ല സാറേ, അല്ല. അവിടെ എന്താണ്? കൈ എന്നുള്ളിടത്തും അൻ എന്നുള്ളിടത്തും ലൻ എന്നുള്ളിടത്തും മുലാരിയായ ഫീലിന് ശേഷം വരുന്ന മുലാരിയായ ഫീലിന് നസ്ബേ വരും, ഫതേ വരും, വേറെ സുക്കൂന് വരൂല, ലൊമ്മ് വരൂല, കെസ്റ് വരൂല, ഒന്നും വരൂല. അവിടെ വരിക എന്ത് മാത്രമാണ് സാറേ? ഫത മാത്രമാണ്. അൻ യസ്കുന, നൂനിന് എന്താണ്? ഫത ആണ്. ലൻ യസ്കുത, ത്വാഇന് എന്താണ്? ഫത ആണ്. കൈ യഅരിഫ, ഫാഇന് എന്താണ്? ഫത ആണ്. മനസ്സിലാക്കി വെച്ചോളാം, പൊതു നിയമം പഠിച്ചു വെച്ചോളാം. അൻ എന്നുള്ളതും കൈ എന്നുള്ളതും വേണ്ടി എന്നുള്ള അർത്ഥത്തിന് ഉപയോഗിക്കുന്നു. ലൻ എന്നുള്ളത് ഇല്ല, ചെയ്യൂല, പറയൂല എന്നുള്ള, ഇല്ല എന്നുള്ള അർത്ഥത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അന്നും ലന്നും കൈക്കും ശേഷം
മുലാരിയായ ഫിലിന് വരുന്നത് നെസ്ബായിരിക്കും, അവിടെ കസ്ർ വരൂല. അൻ യഇരിഫ എന്നുള്ളിടത്ത് ഫ എന്നുള്ളതിന് നെസ്ബാണ് വന്നത്, ഫത ആണ് വന്നത്, കസ്ർ വരൂല. അതുപോലെ തന്നെ ലൻ യസ്കുത്ത എന്നുള്ളിടത്ത് ഒരിക്കലും തീ എന്ന് വരൂല, ത എന്ന് മാത്രമേ വരൂ, യസ്കുത്ത. ലൻ യസ്കുത്ത എന്നുള്ള ലെന്ന് വന്നത് കൊണ്ടാണ് ഇവിടെ യസ്കുത്ത എന്നുള്ളതിന് ഫത്ത കിട്ടിയത്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കി വെച്ചോളുക, ലെന്ന്, കൈ, അതുപോലെ തന്നെ അൻ, ഇത് മൂന്നെണ്ണത്തിന് ശേഷവും വരുന്ന മുലാരിയായ ഫിഇലിന് ഫതഎ വരൂ, നെസ്ബേ വരൂ, കസ്ർ വരൂല, സുക്കൂൻ വരൂല, ലൊമ്മ് വരൂല. പഠിച്ചു വെച്ചോളുക മക്കളെ. സെറ്റായെന്ന് സാറ് വിചാരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായെന്ന് സാറ് വിചാരിക്കുന്നു. ഇനി അടുത്ത് നോക്കൂ. ഇനി അടുത്ത് നമ്മളോട് പറഞ്ഞത് എന്താണെന്നറിയോ? ആസാറുൽ അലബ്, ദേശത്തിൻ്റെ ഒരു ഉദാഹരണം അല്ലേ, ദേശത്തിൻ്റെ ഒരു ഉപകരണത്തെക്കുറിച്ച് പറയാണ്. നോക്കൂ, കാന ഹുനാക തിഫ്ലുൻ സരീഉൽ അലബ്, വളരെ ദേഷ്യപ്പെടുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഫക്കർ അബൂഹൻ യുസായിദഹു കൈ യംലിക നഫ്സു ഇൻദൽ അലബ്, ദേഷ്യപ്പെടുന്ന സമയത്ത് ആ കുട്ടിയെ നിയന്ത്രിക്കാൻ വേണ്ടി തൻ്റെ ഉപ്പ വിചാരിച്ചു, ആ കുട്ടിയെ ഒന്ന് സഹായിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഫ അസമൽ ഹബു, ഉപ്പ ആവശ്യപ്പെട്ടു, അൻ യജ്മഅ ലഹു മസാമിർ വശാഖൂഷ. മസാമിർ എന്ന് പറഞ്ഞാൽ മസാമിർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ആണി കൊണ്ടുവരാൻ പറഞ്ഞു. പക്ഷേ ഷാക്കൂഷ എന്ന് പറഞ്ഞാൽ എന്താണ്? മേട്ടിയും. അപ്പോൾ ആണിയും മേട്ടിയും ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി പറഞ്ഞു. വനാദാ അലേഹി കായിലൻ അലേക അൻ തദുക്ക മിസ്മാറൻ ഫീ ലൗഹിൽ ഖശബി, നീ എന്ത് ചെയ്യണം? നിനക്ക് ദേഷ്യം വരുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യണം? നീ ആ ആണി എടുത്തിട്ട് എന്ത് ചെയ്യണം? നീ ഒരു പലക കഷ്ണത്തിൻ്റെ മേലെന്ത് ചെയ്യണം? അടിക്കണമെന്ന് പറഞ്ഞു. ഹാദൽ കലമു. അപ്പോൾ നോക്കൂ മക്കളെ, എന്ത് ചെറിയ കാര്യത്തിന് വേണ്ടിയും ദേഷ്യപ്പെടുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയോട് ആ പിതാവ് പറഞ്ഞു, നീ എന്ത് ചെയ്യണം? ഒരു മേട്ടിയും ഒരു ആണിയും ഒരു പലക കഷ്ണവും കൊണ്ടുവരണം. എന്നിട്ടെന്ന് പറഞ്ഞു, നിനക്ക് എപ്പോഴൊക്കെ ദേഷ്യം വരുന്നുണ്ടോ ആ സമയത്തൊക്കെ നീ എന്ത് ചെയ്യണം? ആ മേട്ടിയും ആ ആണി എടുത്തിട്ട് എന്ത് ചെയ്യണം? ആ പലക കഷ്ണങ്ങളിൽ എന്ത് ചെയ്യണം? ആണി അടിച്ച് മേടണമെന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടി എന്ത് ചെയ്തു? ഓരോ ദിവസവും ആണി അടിച്ച് മേടാൻ വേണ്ടി തുടങ്ങി. പക്ഷെ മെല്ലെ അദ്ദേഹം ആ കുട്ടി എന്ത് ചെയ്തു എന്നറിയോ? ആ കുട്ടി എന്ത് ചെയ്തു? ആണിയടി നിർത്തി. കാരണം എന്താ? ആണി അടിക്കാനുള്ള പ്രയാസം കൊണ്ടോ അല്ലെങ്കിൽ ദേഷ്യം വരാത്തത് കൊണ്ടോ എന്ത് ചെയ്തു? ഓട്ടോമാറ്റിക്കായിട്ട് ആ കുട്ടിയിൽ നിന്ന് ആ സ്വഭാവം മാറിപ്പോയി. ആ കുട്ടി പിന്നെന്ത് ചെയ്യുന്നില്ല? ഉപ്പയോട് പറഞ്ഞു, എനിക്കെന്ത് ചെയ്യാൻ കഴിയുന്നില്ല, ഒരാണി പോലും അടിക്കാൻ തോന്നുന്നില്ല. കാരണം എന്താ? എൻ്റെ ആണി അടിക്കാനുള്ള മൂടൊക്കെ പോയി. അതിനർത്ഥം അവൻ്റെ ദേഷ്യം എന്ത് ചെയ്ത്? ഓട്ടോമാറ്റിക് നിലനിച്ചു പോയി. അതിനുശേഷം അദ്ദേഹത്തിന് ഉപ്പ ഒരു കാര്യം പറയുന്നുണ്ട്, ഉള്ളുർ ഇലാ ലൗഹിൽ അശ്ബിൽ തജിദു ഫി ആസാരിൽ മസാമിൽ ബാക്കിയ. എന്നിട്ട് ആ ഉപ്പ പറഞ്ഞെന്ത്? അങ്ങനെയാണെങ്കിൽ പൊന്നുമോനെ നീ ഒരു കാര്യം ചെയ്യ്, നീ എന്ത് ചെയ്യണം? ആ പലക കഷ്ണയിൽ നിന്ന് ചെയ്യണം, നീ അടിച്ച് ഉള്ളോട് താത്തിയ എല്ലാ ആണിയെ നീ പുറത്തെടുക്കണമെന്ന് വേണ്ടി പറഞ്ഞു, പുറത്തെടുക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ആ കുട്ടി എന്ത് ചെയ്തു? എല്ലാ ആണി എന്ത് ചെയ്ത്? പുറത്തേക്ക് എടുത്തു. അപ്പോൾ അതിലെന്ത് ചെയ്തു? ആ പലക കഷ്ണയിൽ ഓട്ട മാത്രം ബാക്കിയായി. ആ സമയം ഉപ്പ ആ പൊന്നുമകനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു മനോഹരമായ ഉപദേശമുണ്ട്. എന്താ പറയുന്നതെന്നറിയോ? ഓ പൊന്നുമോനെ, നിൻ്റെ പ്രയാസവും നീ ഉണ്ടാക്കുന്ന ദേഷ്യം പിടിക്കലൊക്കെ ഇങ്ങനെയാണ്. കാരണം എന്താ? ആ ദേഷ്യം പിടിക്കൽ കൊണ്ട് മറ്റു ആളുകളുടെ കൽബിൽ എന്ത് ചെയ്യും? ഓട്ടയുണ്ടാക്കും. അതായത് ഓട്ടയല്ലാതെ ബാക്കിയൊന്നും ബാക്കിയാവില്ല. നോക്കൂ നിങ്ങൾ, എത്ര മനോഹരമായിട്ടുള്ളൊരു കഥയാണ് അല്ലേ? ഉപ്പ പറഞ്ഞു കൊടുക്കുകയാണ്, നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ദേഷ്യപ്പെടുന്നത്, നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചൂടാകുന്നത്, അത് ബാക്കിയുള്ളവരുടെ കൽബിൽ കൊണ്ടുപോയിട്ട് അവരുടെ ഹൃദയത്തിൽ കൊണ്ടുപോയിട്ട് ഒരു ആണി കുത്തുന്നത് പോലെ തറച്ച് കുത്തുന്നതല്ലാതെ എന്താവില്ല, അവിടെ ഒരു ഓട്ടയല്ലാതെ ബാക്കിയൊന്നും ബാക്കിയാക്കൂല, ബാക്കിയൊരു ഉപകാരവും നിനക്ക് കിട്ടൂല എന്നെന്ത് ചെയ്യും? മനോഹരമായിട്ട് ഉപ്പ പറഞ്ഞു കൊടുക്കും അവനോട്. അവനെന്ത് ചെയ്യും? ആ കാര്യം മനസ്സിലാക്കും. നമ്മളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ അൻ യുസാ ഇദ, നോക്കൂ, അൻ എന്നതിന് ശേഷം മുലാരിയ ഫീൽ വന്നു. ആ ദാല് നമ്മൾ കൊടുത്തു. എന്തിനെ കൊടുത്തു? ഫതഹിനെ കൊടുത്തു. അതേപോലെ ഈ കഥയിൽ നിന്ന് വരുന്ന ഉദാഹരണങ്ങൾ ഇങ്ങോട്ട് എഴുതിയെടുക്കാനാണ് പറഞ്ഞത്. എത്ര സിമ്പിളാണ് മക്കളെ. നോക്കൂ, അന്നും അതുപോലെ തന്നെ കൈയും അതുപോലെ തന്നെ ലെന്നും വരുന്നത് നോക്കിയാൽ പോരെ. നോക്കൂ, കൈ യംലിക, കാഫിന് എന്താണ്? ഫത ആണ്. അതുപോലെ തന്നെ ഇങ്ങനെ പോയാൽ ഇതാ ലഹു മുസമ്മർ കലീലൻ ഹലേക്ക അൻ 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 തദുക്ക. നോക്കൂ, അൻ തദുക്ക, കാഫിന് എന്താണ്? ഫതഹാണ്. കാരണം എന്താ? അവിടെ അന്ന് വന്നു. അപ്പോൾ അന്ന് അതുപോലെ തന്നെ ലെന്ന് അതുപോലെ തന്നെ കൈ, ഇത് മൂന്നും വന്നാൽ അതിനുശേഷം വരുന്ന എല്ലാ ഫീലുകൾക്കും ഫത ആയിരിക്കും. പൊതു നിയമമാണ്. നോക്കൂ, അൻ തദുക്ക, അന്നിന് ശേഷം ഫത വന്നു. നോക്കൂ മക്കളെ, മിൻ ഹാദൽ കലാമി ഫിൽ അയ്യാം ദാക ശറ മസാമിർ ജഅല ദാ
വ അബ്ലഹ അബാഹു ഫഅമറഹു അൻ ആദ അൻ യഖ്ലഅ, അതിനെ ഊരിക്കളയാൻ. അൻ എന്നുള്ളതിന് ശേഷം യഖ്ലഅ എന്ന് പറയുന്ന മുളാരിയായ ഫീൽ വന്നു. ആ ഐനിന് വരുന്നത് ഫത ആണ്. കാരണം എന്താ, തൊട്ട് മുമ്പ് അന്ന് സംഭവിച്ചു. സിമ്പിൾ അല്ലേ മക്കളെ? പഠിച്ചോ? മനസ്സിലായോ സാറേ? മനസ്സിലായി എന്ന് പറയും എല്ലാവരും. മനസ്സിലായവർ മനസ്സിലായെന്ന് പറയൂ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. അന്ന് ലെന്ന് കൈ എന്നുള്ളതിന് ശേഷം ഫത ആണ് വരിക, മുളാരിയായ ഫീലിന് നെസ്ബാണ് വരിക, അല്ലാതെ സുക്കൂനോ ലൊമ്മ വരൂല. ഇനി നമ്മൾ ചെറിയ പ്രയോഗങ്ങളെ കുറിച്ച് പഠിക്കാൻ ഇസ്തഹറബി എന്ന് പറഞ്ഞാൽ പ്രശസ്തനായി. ഇസ്തഹറബി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? പ്രശസ്തനായി. പ്രയോഗമാണ് പ്രശസ്തനായി. നോക്കൂ, ഇസ്തഹറ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ബിസൗറത്തിഹി. ഇസ്തഹറ പ്രസിദ്ധനായി അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പ്രസിദ്ധനായി ബിസർവത്തിഹി, അദ്ദേഹത്തിൻ്റെ സമ്പത്ത് കൊണ്ട് അദ്ദേഹം എന്തായി? പ്രസിദ്ധനായി. ത്വലബ മിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ആവശ്യപ്പെട്ടു എന്നാണ് അർത്ഥം. ആവശ്യപ്പെട്ടു. അപ്പോൾ ത്വലബ മിൻ എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെട്ടു. ഇസ്തഹറ ബി എന്ന് പറഞ്ഞാൽ പ്രശസ്തനായി. നോക്കൂ, ത്വലബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവശ്യപ്പെട്ടു മിൻ അൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫിനിൽ നിന്ന് എന്തിനെ? അൻ യസ്കുന മാ സഅദ് ബിൻ റബീൻ്റെ അടുത്ത് കൂടെ പോയി താമസിക്കാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവശ്യപ്പെട്ടു. ത്വലബ എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മൾ ഉപയോഗിക്കുന്ന അർത്ഥം തേടി എന്ന അർത്ഥമാണ്, അതായത് അന്വേഷിച്ചു എന്നുള്ള അർത്ഥം. പക്ഷേ ഇവിടെ നോക്കൂ, ത്വലബ മിൻ എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെട്ടു എന്നുള്ള അർത്ഥമാണ്. ദല്ല അല എന്ന് പറഞ്ഞാൽ എന്താ? അറിയിച്ചു കൊടുക്കുക. അപ്പോൾ അറിയിച്ചു കൊടുത്തു എന്നുള്ളതിനാണ് എന്തെന്ന് പറയാ? ദല്ല അല എന്ന് പറയാ. അപ്പോൾ ദല്ല സഅദ് ബിൻ റബി അബ്ദുറഹ്മാൻ ബിൻ ഔഫ് അല സൂക്ക്, അല്ലേ? അങ്ങാടിയെക്കുറിച്ച് അബ്ദുറഹ്മാൻ ബിൻ ഔഫിനോട് സഅദ് ബിൻ റബി അറിയിച്ചു കൊടുത്തു. ദല്ല അല എന്ന് പറഞ്ഞാൽ അറിയിച്ചു കൊടുത്തു. വസല ഇല എന്ന് പറഞ്ഞാൽ എന്താ? എത്തിച്ചേർന്നു എന്നുള്ളതിനാണ് എന്ത് മക്കളെ? വസല ഇല എന്ന് പറയാ. മനസ്സിലായോ? അപ്പോൾ വസല അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എത്തിച്ചേർന്നു ഇലൽ ഹദഫ്, കൃത്യമായിട്ടുള്ളൊരു ഗോളിലേക്ക്, ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്നു. കാമ ബി എന്ന് പറഞ്ഞാൽ എന്താ? നിർവഹിച്ചു എന്നുള്ളതിനാണ് എന്തെന്ന് പറയാ? കാമ ബി എന്ന് പറയാ, അല്ലേ? നോക്കൂ, കാമ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് നിർവഹിച്ചു ബിഷിറാഇൽ ജിബാൽ, നിർവഹിക്കാൻ തുടങ്ങി. കയറ് വാങ്ങാൻ വേണ്ടി എന്ത് ചെയ്തു? തുടങ്ങി. നോക്കൂ മക്കളെ, വളരെ സിമ്പിളാണ്. നക്റഹു വനുഖ്മിലു. അപ്പോൾ ഇവിടെ ഓരോ പ്രയോഗങ്ങൾ നിങ്ങൾ പഠിച്ചോ. ഇസ്റബി എന്ന് പറഞ്ഞാൽ പ്രശസ്തനായി, ത്വലബമിൻ എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെട്ടു, ദല്ല അല എന്ന് പറഞ്ഞാൽ അറിയിച്ചു കൊടുത്തു, വസല ഇല എന്ന് പറഞ്ഞാൽ എത്തിച്ചേർന്നു, കാമബി എന്ന് പറഞ്ഞാൽ നിർവഹിച്ചു, അല്ലേ? ഇനി നമ്മളോട് പറഞ്ഞ നക്റഹു വനുഖ്മിലു, നമ്മളോട് പൂർത്തിയാക്കാനാണ് പറയുന്നത്. ത്വലബ ഷാക്കിറുൻ, ഷാക്കിർ തേടി. എന്തിനെ തേടി? ഇവിടെ ത്വലബ എന്ന് പറഞ്ഞാൽ എന്താ? ത്വലബ മിൻ എന്ന് പറയുന്നത് ആവശ്യപ്പെടുന്നു. അപ്പോൾ ത്വലബ ഷാക്കിർ ആവശ്യപ്പെട്ടു മുഅല്ലിമിഹി. അപ്പോൾ ത്വലബയ്ക്ക് ശേഷം നമ്മൾ എന്താ ഉപയോഗിക്കാന്ന് പറഞ്ഞതാ? ത്വലബയ്ക്ക് ശേഷം മിൻ എന്നാണ് ഉപയോഗിക്കുക. ഇവിടെ എന്ത് ചെയ്യുക? മിൻ എന്ന് എഴുതി കൊടുക്കുക. മനസ്സിലായോ? അപ്പോൾ ത്വലബ ഷാക്കിർ മിൻ മുഅല്ലിമിഹി, തൻ്റെ ടീച്ചറിൽ നിന്ന് ഷാക്കിർ ആവശ്യപ്പെട്ടു. നമ്മളിവിടെ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ത്വലബ മിൻ എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? ആവശ്യപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ ത്വലബ മിൻ എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെട്ടു എന്നാണ്. ഇസ്തഹറബി എന്ന് പറഞ്ഞാൽ പ്രശസ്തനായി എന്നാണ്. ഇതൊരു പ്രയോഗമാണ്. ഇസ്തഹറബി എന്ന് പറഞ്ഞാൽ പ്രശസ്തനായി എന്നാണ്. ത്വലബ മിൻ എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെട്ടു എന്നാണ്. ദല്ല അല എന്ന് പറഞ്ഞാൽ അറിയിച്ചു കൊടുത്തു എന്നാണ്. വസല ഇല എന്ന് പറഞ്ഞാൽ എത്തിച്ചേർന്നു എന്നാണ്. കാമബി എന്ന് പറഞ്ഞാൽ നിർവഹിച്ചു എന്നാണ്. ഇതെന്ത് ചെയ്യണം? കാണാപ്പാഠം പഠിക്കണം. മനസ്സിലായോ? എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയൂ? പ്രയോഗത്തിലേക്ക് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. നോക്കൂ മക്കളെ, അടുത്ത് നോക്കിയതാ. ഫദല്ലൽ മുദരിസു, മുദരിസ് എന്ത് ചെയ്തു? അറിയിച്ചു കൊടുത്തു, അല്ലേ? ഫദല്ല എന്ന് പറഞ്ഞാൽ ദല്ലയ്ക്ക് ശേഷം എന്താണ് വരിക? അല എന്നാണ് വരിക. അപ്പോൾ ദല്ല എന്ന് അല എന്ന് പഠിച്ച ഒരു കുട്ടിക്ക് ഈ ദല്ല ഇവിടെ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇവിടെ അലയാണ് കൊടുക്കേണ്ടത്. അപ്പം എന്താ? ഫദല്ലൽ മുദരിസു അല, മുദരിസ് അറിയിച്ചു കൊടുത്തു. അല താരിഖിൽ ബഗ്ദാദിൻ്റെ ചരിത്രത്തെക്കുറിച്ച് അറിയിച്ചു കൊടുത്തു. അപ്പം നോക്കൂ, ത്വലബയ്ക്ക് ശേഷം മിൻ എന്നാണ് വരിക. എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. അത് അറിഞ്ഞിരുന്നാൽ എന്ത് ചെയ്യുക? ഈ ത്വലബയ്ക്ക് ശേഷം ഇവിടെ മിൻ എന്നാണ് വരും. അതുപോലെ തന്നെ ദല്ല എന്ന് വന്നാൽ ഉറപ്പിച്ചോളുക, അതിനുശേഷം വരുന്നത് അലയായിരിക്കും. കാരണം എന്താ? ദല്ല അല എന്നാണ് ഉപയോഗം. ദല്ല അല എന്നുള്ളതാണ് ഉപയോഗം. അടുത്ത് നോക്കൂ മക്കളെ, വസൽന, കത് വസൽന, അല്ലേ? കത് വസൽന. വസല എന്നുള്ളതിന് ശേഷം എന്താണ് വരിക? ഇല എന്നാണ് വരിക.
കാരണം എന്താ, വസല ഇല എന്നാണ് പ്രയോഗം. അപ്പോൾ വസലയ്ക്ക് ശേഷം ഇല എന്നാണ് വരിക. ഇവിടെ നോക്കൂ, കത് വസൽന അല്ലേ, എത്തിച്ചേർന്നു ഇവിടെ ഇലൽ മുസ്തവ അല്ലേ, ഇലൽ മുസ്തവൽ ആൽ അല്ലേ. അപ്പോൾ എന്താണ്, വസലയ്ക്ക് ശേഷം ഇലയാണ് വരിക. എന്ത് ചെയ്യണം, പഠിച്ചു വെച്ചോളുക. എന്നാൽ എന്ത് ചെയ്യും, ഇങ്ങനെ നിങ്ങൾക്ക് ഏത് വാക്ക് തന്നാലും എക്സാമിൽ ഏത് കാര്യം നിങ്ങളോട് പൂർത്തിയാക്കാൻ പറഞ്ഞാലും നിങ്ങൾക്ക് മനോഹരമായിട്ട് പൂർത്തിയാക്കാം. എങ്ങനെ, ആ സെൻറ്റൻസ് വസല ഇല, അതുപോലെ തന്നെ തൊലബ മീൻ, അതുപോലെ തന്നെ ദല്ല അല എന്നുള്ളത് ചെയ്യണം, അത് ദല്ലയ്ക്ക് ശേഷം അലയാണ് ഉപയോഗിക്കുന്നത് ചെയ്യണം, പഠിച്ചു വെച്ചോളണം. സെറ്റല്ലേ? അടുത്ത് നോക്കൂ, നെഹ്നു നെക്കൂമു ദാ കാമയ്ക്ക് ശേഷം എന്താണ് വരിക, ബി ആണ് വരിക. നെഹ്നു നെക്കൂമു ബി അല്ലേ, നെഹ്നു നെക്കൂമി നമ്മൾ നിർവഹിച്ചു. അപ്പോൾ നോക്കൂ, അസർന ഇസ്തഹറ അസർന, ഇസ്തഹറ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, പ്രശസ്തനായി. ഇസ്തഹറയ്ക്ക് ശേഷം എന്താ വരിക, ബി എന്നാണ് വരിക. അപ്പോൾ ഇസ്തഹറ അസർന ബി അസറിൽ തിക്നിയ, അതായത് ടെക്നോളജിയിൽ എന്ത് ചെയ്തു, നമ്മളുടെ ഇത് പ്രശസ്തമായി, നമ്മുടെ കാലഘട്ടം പ്രശസ്തമായി. പൊന്നുമക്കളെ ശ്രദ്ധിച്ചോളുക, നിങ്ങൾക്ക് ഇനി എവിടെ എക്സാമിന് ഏത് എക്സാമിൽ എന്ത് ചോദിച്ചാലും ഈ തൊലബയ്ക്ക് ശേഷം മിൻ എന്നാണ് വരിക. അതാ തൊലബ മിൻ എന്നുള്ളതല്ലേ. അപ്പോൾ ആ സെൻറ്റൻസ് അങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ തൊലബ എന്ന് കണ്ടാൽ മിന്നെന്ന് എഴുതി കൊടുത്തോളാം, ദല്ലാന്ന് കണ്ടാൽ അലാന്ന് എഴുതി കൊടുത്തോളാം, വസലാന്ന് കണ്ടാൽ ഇല എന്ന് എഴുതി കൊടുത്തോളാം, ഇസ്തഹറാന്ന് കണ്ടാൽ ബി എന്ന് എഴുതി കൊടുത്തോളാം. അപ്പോൾ ഇത് നല്ലോണം അങ്ങോട്ട് ബൈഹാർട്ടാക്കി പഠിച്ച് പോയാൽ മാർക്ക് ഷുവറാണ്. ഇത് എക്സാമിന് എന്തായാലും ചോദിക്കും. വളരെ സിമ്പിളാണ്. മക്കൾക്ക് മനസ്സിലായെന്ന് സാറ് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഒക്കെ എന്ത് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഒന്നുമില്ല, ഇതൊരു പ്രയോഗങ്ങളാണ്. ഇസ്തഹറ ബി എന്ന് പറഞ്ഞാൽ പ്രശസ്തനായ എന്നുള്ള പ്രയോഗമാണ്. തൊലബ മിൻ എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞാണ്. അപ്പോൾ തൊലബ എന്നുള്ളതിന് ശേഷം മിൻ എന്നുള്ളതാണ് വരിക, ഇസ്തഹറ എന്നതിന് ശേഷം ബി എന്നാണ് വരിക, ദല്ല എന്നതിന് ശേഷം അലയാണ് വരിക, വസല എന്നതിന് ശേഷം ഇലയാണ് വരിക, കാമ എന്നതിന് ശേഷം ബി ആണ് വരിക. ഈ പ്രയോഗം എന്ത് ചെയ്യുക, അങ്ങനെ തന്നെയാണ് ബൈഹാർട്ടാക്കിയ വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാം. നോക്കൂ മക്കളെ, അടുത്തത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് നമ്മളോട് പറഞ്ഞത്. ഇത്രയും കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ. ഇനി അടുത്ത നുറാജു നസ്സവ നുറത്തിബ, നമ്മളോട് ഈ പോയിന്റുകൾ വായിച്ചിട്ട് ഇതിനെ ഓർഡർ ആക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നോക്കൂ, എത്ര സിമ്പിളായിട്ട് നമുക്ക് ഓർഡർ ആക്കാം. ഇത് ഡിസോർഡർ ആണ് കൊടുത്തത്. അപ്പോൾ ഓർഡർ ആക്കാൻ പറഞ്ഞാൽ നമുക്ക് തിരിയും ഇത് ഡിസോർഡർ ആണെന്ന്. അപ്പോൾ ഇതെന്ത് ചെയ്താൽ മതി, ഒന്ന് ഓർഡർ ആയിട്ടാണ് കൊടുത്താൽ മതി മക്കളെ, വേറെ ഒരു പണിയില്ല. നോക്കൂ മക്കളെ, എത്ര സിമ്പിളാ. സക്കന ഫി ബൈത്തി സഅദ് ബിൻ റബീ അൻഹു ഫി മദീനത്തിൽ മുനവ്വറ, അദ്ദേഹം സഅദ് ബിൻ റബീയുടെ വീട്ടിൽ താമസിച്ചു എന്നുള്ളതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അല്ല, കാമ ബി ഷിറായിൽ ഹിബാലി വസീനത്തിഹി ലിഖാലിൽ ബഹീർ വബാഹി, അദ്ദേഹം കുതിരക്ക് ഉണ്ടാക്കുന്ന ഒരു ഒട്ടകത്തിൻ്റെ ഒരു പ്രത്യേക തരം ഉപകരണം അദ്ദേഹം ഉണ്ടാക്കി. അതാണോ ആദ്യം രണ്ടാമത് പറയേണ്ടത്? അല്ല. തുവഫിയ സെനത്ത, അദ്ദേഹം മരണപ്പെട്ടു, അതാണ് മൂന്നാമത്? അല്ല. അപ്പോൾ ഏതാ നോക്കൂ, ഇവിടെ ഇങ്ങനെ നോക്കിയതാ വുലിദ, ഫസ്റ്റ് പറയേണ്ട കാര്യം ഇതാണല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യം ഇത് എഴുതിയെടുക്കുക. വുലിദ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ബദ ആമിൽ ഫീൽ, ആമിൽ ഫീലിൻ്റെ ശേഷം കലഹത്തിൻ്റെ ശേഷമാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ജനിച്ചത് എന്നുള്ളതാണ് ആദ്യം നമ്മൾ എഴുതേണ്ടത്. ഈ പാരഗ്രാഫിൽ നിന്ന്, ഈ പോയിന്റിൽ നിന്ന് ആദ്യം സെലക്ട് ചെയ്യേണ്ടത് ഏതാ, ആ വുലിദ എന്നുള്ളതാണ്. രണ്ടാമത്തെ നോക്കൂ മക്കളെ, ഏതാണ് വേണ്ടത്, ഹാജറ മിൻ മക്കത്തിൽ മുക്കറമ ഇല മദീനത്തിൽ മുനവ്വറ അല്ലേ, അദ്ദേഹം ആമിൽ ഫീലിന് ശേഷം ജനിച്ചു. പിന്നെ നമ്മളോട് ഇതിലിങ്ങനെ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കത്തുന്ന കാര്യം എന്താ, അദ്ദേഹം എന്ത് ചെയ്തു, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി. അപ്പോൾ ആദ്യം ഒന്നാമത് അതാണ്, രണ്ടാമത് ഇതാണ്. ഇനി മൂന്നാമത് ഏതാ വേണ്ടത്, മൂന്നാമത് മദീനയിൽ പോയിട്ട് അദ്ദേഹം അവിടെ താമസിച്ചത് ഇതാ സെക്കന, അദ്ദേഹം താമസിച്ചു ഫി ബൈത്തി സഅദ് ബിൻ റബീ റളിയല്ലാഹു അൻഹു ഫി മദീനത്തിൽ മുനവ്വറ, മദീനത്തിൽ മുനവ്വറയിൽ അദ്ദേഹം എന്ത് ചെയ്തു, ജീവിച്ചു, താമസിച്ചു അല്ലേ. ആരുടെ വീട്ടിൽ, സഅദ് ബിൻ റബീൻ്റെ വീട്ടിൽ. അപ്പോൾ ഇത് മൂന്നാമതായി. ഇനി നോക്കൂ, നാലാമത്തെ കാര്യം എന്താ, കാമ ബി ഷിറായി ജിബാലി വസീനത്തി ലിഖാലി ബഹീറിലായി അല്ലേ, ഒട്ടകത്തിന് ഉണ്ടാക്കേണ്ട പ്രത്യേകതരം ഉപകരണം അദ്ദേഹം എന്താ ഇത് നിർമ്മിക്കാൻ വേണ്ടി തുടങ്ങി. അഞ്ചാമതായിട്ട് പറയുന്ന കാര്യമാണ് എന്ത്, തുവഫിയ സന 33 അല്ലേ, ഹിജ്റ 33 അദ്ദേഹം എന്ത് ചെയ്തു, മരണപ്പെട്ടു, വഫാത്തായി. നോക്കൂ, അപ്പോൾ ഒന്നാമതായി പറയുന്നത് ഇതാണ്, രണ്ടാമത്തേത് ഇത്, മൂന്നാമത്തേത് ഇത്, നാലാമത്തേത് ഇത്, അഞ്ചാമത്തേത് ഇത്. ഉറപ്പിച്ചോളൂ. എങ്ങനെ കണ്ടാൽ, വുലിദ എന്ന് കണ്ടാൽ, ജനിച്ചു എന്നത് കണ്ടാൽ അതായിരിക്കും ആദ്യം വരിക, തുവഫിയ എന്ന് പറഞ്ഞാൽ അതായിരിക്കും ലാസ്റ്റ് വരിക. മൊത്തത്തിൽ ഇതെന്ത് ചെയ്യുക, ഇതിങ്ങനെ വായിച്ചു നോക്കുമ്പോൾ നമ്മളിങ്ങനെ തിരിയും. നമ്മൾ ആ പാഠം മനോഹരമായിട്ട് പഠിച്ചില്ലെങ്കിൽ നമുക്ക് മനസ്സിലാകും ആദ്യം അദ്ദേഹം ജനിച്ചതാണ്, പിന്നീടാണ് അദ്ദേഹം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയത്, പിന്നീടാണ് അദ്ദേഹം കച്ചവടം തുടങ്ങിയത്, പിന്നീടാണ് അദ്ദേഹം എന്ത് ചെയ്യാൻ തുടങ്ങി, അല്ല അദ്ദേഹം താമസിക്കാൻ വേണ്ടി തുടങ്ങി, അതിനുശേഷം അദ്ദേഹം കച്ചവടം തുടങ്ങാൻ തുടങ്ങി, അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു, വഫാത്തായി. മനസ്സിലായോ മക്കളെ? വളരെ മനോഹരമായിട്ട് 8ാം ക്ലാസ്സിൻ്റെ നമ്മൾ മൂന്നാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ വളരെ മനോഹരമായിട്ട് പറഞ്ഞു തന്നു. ഇതിൽ നിന്ന് വല്ലതും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ചോളൂ. സാറിൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റിൽ അറിയിക്കണം. എന്തെങ്കിലും അതിന് മാറ്റങ്ങൾ, എന്തെങ്കിലും ചേഞ്ച് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ സാറിൻ്റെ കമൻറ്റിലൂടെ പറയുക. കാരണം കമൻറ്റുകൾ ഓരോന്ന് വായിക്കുമ്പോഴാണ് ക്ലാസ് എങ്ങനെ മെച്ചപ്പെടുത്തണം, എന്തൊക്കെ രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളത് എന്ത് ചെയ്യും നമുക്ക് മനസ്സിലാക്കാൻ
എഴുതിയെടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് എന്ത് ചെയ്യണം, സാറിന് അത്യാവശ്യമാണ്. എല്ലാവരും ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ കമൻറ്റിൽ പറഞ്ഞോളൂ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന്. എന്തായാലും സാറ് ചുരുങ്ങിയ സമയം കൊണ്ട്, വളരെ അരമണിക്കൂറേ സമയമായിട്ടുള്ളൂ അല്ലേ, അരമണിക്കൂറോട് കൂടെ എന്ത് ചെയ്തു, വളരെ മനോഹരമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മളെ ഈ പ്രയോഗങ്ങളാണ്. ഇസ്റബി തൊലബ മിൻ ദല്ല അല വസല ഇല കാമബി. ആ പ്രയോഗം അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോളൂ, അതിൻ്റെ അർത്ഥം പഠിച്ചു വെച്ചോളൂ. ഇസ്തഹറയ്ക്ക് ശേഷം ബി ആണെന്നും, തൊലബയ്ക്ക് ശേഷം മിൻ ആണെന്നും, ദല്ലയ്ക്ക് ശേഷം അലയാണെന്നും, വസലയ്ക്ക് ശേഷം ഇലയാണെന്നും, കാമയ്ക്ക് ശേഷവും ബി ആണെന്നും എന്ത് ചെയ്യണം, പഠിച്ചു വെച്ചോളണം. കാരണം ഇങ്ങനെ ഒരു പാരഗ്രാഫ് നമ്മളോട് എവിടെ ചോദിച്ചാലും തൊലബ എന്നുള്ളത് കണ്ടാൽ തന്നെ ഉറപ്പിച്ചോളൂ, അതിനുശേഷം എന്താ വരിക, മിൻ എന്നാണ് വരിക. കണ്ടോ, തൊലബ ഷാക്കിറു. ഇവിടെ നിങ്ങൾക്ക് വേറൊരു കാര്യം തന്നു, തൊലബ അനസു, അനസ് തേടി. ഇവിടെ എന്ത് ചെയ്തോളാം, മിൻ എന്നുള്ളത് ഉപയോഗിച്ചാൽ. ഇവിടെ ആരെ പേരാക്കിയാലും നിങ്ങൾക്കറിയാം തൊലബയ്ക്ക് ശേഷം മിന്നേ വരുന്നുള്ളൂ. അങ്ങനെ പഠിച്ചാൽ സെറ്റല്ലേ? നോക്കൂ മക്കളെ, അത് പഠിച്ചു വെച്ചോളുക. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യമാണ് നമ്മൾ പാഠത്തിൽ പറഞ്ഞത്, എന്ത്, അൻ ലെൻ അല്ലേ, അൻ ലെൻ അതുപോലെ തന്നെ കൈ. ഈ മൂന്ന് പ്രയോഗങ്ങൾ ഇതാ, അൻ അതുപോലെ തന്നെ ലെൻ അതുപോലെ തന്നെ കൈ. ഈ മൂന്ന് പ്രയോഗങ്ങൾക്ക് ശേഷം മുലാരിയായ ഫീലിന് ഫത്തേ വരുന്നു നമ്മൾ എന്ത് ചെയ്യുക, ഉറപ്പിച്ച് വെച്ചോളാം. അപ്പം നിങ്ങളോട് ഇവിടെ തന്നെ എന്ത് ചെയ്തു, ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്ന് കണ്ടെത്താൻ വേണ്ടി പറഞ്ഞു. നമ്മൾ നോക്കുക, ഇവിടെ ഇങ്ങനെ തെപ്പി നോക്കുമ്പോൾ അല്ല് കണ്ട്, അനി ഉസാഹിദ, അതുപോലെ തന്നെ അന്ന് ഇനി ഇവിടെ കൈ വരുന്നുണ്ടോ, അനി യജ്മ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ നോക്കുക. അപ്പോൾ അന്ന് വന്നതിന് ശേഷം അന്ന് അതുപോലെ തന്നെ ലെന്നി കൈ, ഈ മൂന്ന് പ്രയോഗങ്ങൾക്ക് ശേഷവും വരുന്ന മുലാരിയ ഫീലിന് നെസ്ബ ആയിരിക്കും. അപ്പോൾ ഏത് പാരഗ്രാഫ് തന്നാലും അവിടെ അന്ന് ലെന്നി കൈ ഈ മൂന്നെണ്ണ പാരഗ്രാഫിലുണ്ടോ അതെന്ത് ചെയ്യുക, നേരെ ഇങ്ങോട്ട് എഴുതിയെടുത്താൽ മാത്രം മതി. സെറ്റാണല്ലോ. ഇവിടെ നമ്മളൊരു ഉദാഹരണം എഴുതിയത് എന്താണ്, അൻ ഉസായിദ എന്നുള്ളതാണ്. ഇതേപോലെ നമുക്ക് എത്ര ഉദാഹരണങ്ങൾ എഴുതാ, അൻ ഇവിടെ കണ്ടല്ലോ, അപ്പം അൻ യജ്മ എഴുതി കൂടെ. അതുപോലെ തന്നെ നോക്കൂ മക്കളെ, അതുപോലെ തന്നെ ഇവിടെ ഇതാ അൻ തതുക്ക എന്നുള്ളത് എന്താ, അന്ന് കണ്ട് ശേഷം തതുക്ക എന്നുള്ളത് എന്ത് ഇത് ഫത്തഹ് കണ്ട് സിമ്പിളായിട്ട് എഴുതിയെടുത്തൂടെ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ചോദിച്ചാലും നിങ്ങൾക്ക് മനോഹരമായിട്ട് എഴുതിയെടുക്കാൻ കഴിയും. അത് ആദ്യം ഉറപ്പിച്ച് വെച്ചോളൂ, അന്ന് ലെന്ന് കൈ. ഈ മൂന്ന് കാര്യങ്ങൾക്ക് ശേഷം മുലാരിയായ ഫീൽ എന്നാലേ എഴുതാൻ പറ്റുള്ളൂ. വേറെ ഏതെങ്കിലും അവിടെ വന്ന് വിചാരിച്ചു വഫീൽ യോമി എന്നുള്ളതൊന്നും എന്ത് ചെയ്യാൻ കൊണ്ടുപോകാൻ പറ്റില്ല, എഴുതി വെക്കാൻ പറ്റില്ല. അപ്പോൾ അല്ല് ലെന്ന് കൈ ഈ മൂന്നെണ്ണം എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചോളാം. ഈ മൂന്നെണ്ണത്തിന് ശേഷം മുലാരിയായ ഫീൽ വന്നാൽ അതിന് ഫത്തഹ ആയിരിക്കും. അപ്പോൾ ഏത് സെൻറ്റൻസിൽ നിന്നും നമ്മളോട് അൻ ലൻ കൈ എന്നുള്ളതിന് കണ്ടെത്താൻ വേണ്ടി പറഞ്ഞാൽ അൻ ഉസായിദ എന്ന് പോലെ എന്ത് ചെയ്യുക, വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യുക, വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ അന്നു ലെന്നിതാ ലെനി എത്തുറുക്ക അല്ലേ, ലെനി വന്നുകൊണ്ട് തന്നെ എത്തുറുക്ക എന്ന് എന്ത് ചെയ്യുക, ഇവിടെ എഴുതിയെടുക്കുക. ലെനി എത്തുറുക്ക എന്നുള്ളത് എന്ത് ചെയ്യുക, ഇവിടേക്ക് എഴുതിയെടുക്കുക. ശരിയല്ലേ? അതുപോലെ തന്നെ നോക്കൂ മക്കൾ, ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, സാറിന് സമയമല്ല, അതുകൊണ്ടാണ്. നോക്കൂ, അതാണ് അനിയഹ്ലഹ, ഇവിടെ എന്ത് അന്നി കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അനിയഹ്ലഹ ഇവിടേക്ക് എഴുതിയെടുക്കുക. ലെന്നുണ്ട്, വേറെ ഏതൊരു ഉദാഹരണം ഉണ്ടോ നോക്കൂ, അൻ തതുക്ക എഴുതിയെടുക്കുക. അതുപോലെ തന്നെ ലെന്ന് വെച്ചിട്ട് ഇവിടെ ഉദാഹരണം ഉണ്ട് അല്ലേ, ലെന്ന് വെച്ചതാ അനി യജ്മഹ എഴുതിയെടുക്കാം. അതുപോലെ തന്നെ അൻ യുസായിദ എഴുതിയെടുക്കുക. അതുപോലെ തന്നെ അൻ യഹ്ലഹ എഴുതിയെടുക്കുക. അതുപോലെ തന്നെ ലെന്ന് വെച്ചിട്ട് ഇവിടെ കൊണ്ട് ഇങ്ങനെ തപ്പുക, ലെന്നും അതുപോലെ തന്നെ അന്നും അതുപോലെ തന്നെ കൈ എന്ത് ചെയ്യുക, ഇവിടെ ഉണ്ടോ എന്ന് നോക്കുക. അതുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നേരെ എഴുതിയെടുക്കുക. വളരെ സിമ്പിളാണ്, മക്കൾക്ക് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അന്നും അതുപോലെ തന്നെ കൈയും എന്തിനുപയോഗിക്കും, വേണ്ടി എന്നുള്ള അർത്ഥത്തിന് ഉപയോഗിക്കും. ലെൻ എന്നുള്ളതിന് ഇല്ല എന്നുള്ള അർത്ഥത്തിനാണ് ഉപയോഗിക്കുക. സാറ് ഫുള്ള് ക്ലാസ് പറഞ്ഞു തന്നു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എന്ത് ചെയ്യുക, കമൻറ്റിലൂടെ എല്ലാ കാര്യങ്ങളും അറിയിക്കുക. ക്ലാസ് മനസ്സിലാകുന്നുണ്ടെങ്കിലൊക്കെ അറിയിക്കുക. ദെൻ എല്ലാവർക്കും മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ചാപ്റ്ററായിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.